ഓട്ടോകാഡിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ഒരു ഇന്റർഫേസിൽ നിന്നാണ്. ഓട്ടോകാഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിൽ തന്നെ ക്വിക്ക് ആക്സസ് ബാർ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട ടൂൾസ് സേവ് ചെയ്യുക, അൺഡു ചെയ്യുക, റീഡു ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ ടൂൾസ് വരുന്നത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് ലെഫ്റ്റിലായിട്ട് ഇവിടെ ക്വിക്ക് ആക്സസ് ബാർ വരുന്നത്. ഇതിലേക്ക് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഏതെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് ഈ മെനു ബാർ ഹൈഡ് ചെയ്യാനായിട്ടും റിവീൽ ചെയ്യാനായിട്ടും ഉള്ള ഓപ്ഷൻ വരുന്നത്. മെനു ബാർ എന്ന് പറയുന്നത് ഈ ടാബുകളുടെ മുകളിലായിട്ട് വരുന്നതാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനു ബാർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ മെനു. ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, സേവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ബാറിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ ടാബുകൾ വരുന്നുണ്ട്. ഹോം ടാബ്, താഴെ ഓരോ പാനലുകൾ വരുന്നുണ്ട്. ഡ്രോ പാനൽ, മോഡിഫൈ പാനൽ. ഈ ഒരു ടാബും പാനലും കൂടിയിട്ടുള്ളതിനെയാണ് റിബൺ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ടോപ്പിൽ തന്നെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, ഇതാണ് വർക്ക് സ്പേസ്. ഈ ഒരു ഐക്കൺ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 3D മോഡലിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 3D മോഡലിംഗ് മാറ്റിയിടാനായിട്ട് പറ്റും. ഇപ്പൊ സിവിൽ 3D നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിവിൽ 3D എന്നായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അത് നമുക്ക് ഓട്ടോകാഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോകാഡ് 2D ആയിട്ട് അത് മാറുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഏത് വേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓട്ടോകാഡ് 2022 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അത് കാണാനായിട്ട് പറ്റും. അതിന്റെ കൂടെ ഡ്രോയിങ്ങിന്റെ നെയിം എന്താണോ അതും കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഓട്ടോകാഡിന്റെ ID ഉണ്ടെങ്കിൽ, ഓട്ടോഡെസ്കിന്റെ ID ഉണ്ടെങ്കിൽ ഇവിടെ സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്നത്. വ്യൂ ക്യൂബ് ഉണ്ട്, അതിപ്പോ ടോപ്പ് വ്യൂവിലാണ്. 2Dയിൽ ഇടുമ്പോഴെല്ലാം നമുക്ക് ഈ ഒരു ടോപ്പ് വ്യൂവിൽ തന്നെ ഇട്ടിട്ട് വർക്ക് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ ഇവിടെ പാൻ ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഫങ്ഷൻസ് എല്ലാം, ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എല്ലാം വരുന്നത് ഇവിടെ ഈ ഒരു റൈറ്റിലാണ്. ഇവിടെ കമാൻഡ് ബോക്സ് വരുന്നുണ്ട്. എന്താണോ കമാൻഡ് നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മോഡൽ സ്പേസും അതുപോലെ ലേഔട്ട്, പേപ്പർ സ്പേസും കാണിക്കുന്ന ആ ഒരു പോർഷനും ഉണ്ട്. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ഇന്റർഫേസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഓട്ടോകാഡിനെ തന്നെ നമുക്കൊന്ന് 3 ആയിട്ട് തിരിക്കാം. ആദ്യത്തെ ഈ ഒരു ഡ്രോയിങ് ടൂൾസ്, രണ്ടാമത്തെ മോഡിഫൈ ചെയ്യുന്ന ടൂൾസും, പിന്നെ ഡീറ്റെയിൽ ചെയ്യുന്നത്, ഡൈമെൻഷൻ കാര്യങ്ങൾ, ഇങ്ങനെ നമുക്കിതിനെ തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രോയിങ് ടൂൾസ് എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഡ്രോ പാനലിൽ വരുന്ന ടൂൾസ്. ഇപ്പൊ ഡ്രോ പാനലിൽ വരുന്നത് ഫസ്റ്റ് ടൂള്, ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുന്നത് ലൈൻ ടൂൾ ആണ്. L എന്നാണ് ഷോർട്ട് കീ. L, എന്റർ അല്ലെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ ആക്ടിവേറ്റ് ആവും. അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും ലൈൻ ടൂള് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കാണ്. ഈ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രിഡ് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഗ്രിഡ് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഗ്രിഡ് മോഡ്, ഫങ്ഷൻ കീസ് യൂസ് ചെയ്യാം ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിന് വേണ്ടിയിട്ട്. F7 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഫങ്ഷൻ. അപ്പൊ F7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രിഡ് മോഡ് ഓൺ ആക്കാൻ പറ്റും. ഓഫ് ചെയ്യാനായിട്ടും സെയിം തന്നെ യൂസ് ചെയ്യാം. F7 ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രിഡ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രിഡ് മോഡ് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ, ഇതിപ്പോ വരയ്ക്കുന്ന സമയത്ത് ഈ 2 ഗ്രിഡിന്റെ ഉള്ളിലായിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ സെലക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി അങ്ങനെ വേണ്ട, നമുക്ക് ഈ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത ഗ്രിഡിന്റെ ഈ ഒരു പോയിന്റിലേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ഗ്രിഡ്, ഈ ഒരു ഗ്രിഡ് മോഡ് കഴിഞ്ഞാൽ അടുത്ത സ്നാപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. F9 ആണ്. സ്നാപ്പ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഗ്രിഡിന്റെ ഇടയിലുള്ള പോയിന്റിൽ നമുക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കില്ല. ഒരു ഗ്രിഡ് കഴിഞ്ഞാൽ അടുത്ത ഗ്രിഡിലേക്ക്. അതങ്ങനെ സ്നാപ്പ് ചെയ്യുന്നത്
സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ്പ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഈ സ്നാപ്പ് ഓൺ ആണെന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്നാപ്പിന്റെ എക്സ് സ്പേസിങ്ങും വൈ സ്പേസിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആയിട്ടാണ് എക്സ് ആൻഡ് വൈ സ്പേസിങ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സ്നാപ്പില് കേഴ്സർ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അത് ഓഫ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും കിട്ടും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അടുത്ത ഓപ്ഷൻ ഡൈനാമിക് ഇൻപുട്ട് ആണ്. ഡൈനാമിക് ഇൻപുട്ട് F12 ആണ്. ഈ ഡൈനാമിക് ഇൻപുട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ലൈൻ കമാൻഡ് എടുക്കുകയാണ്. ലാസ്റ്റ് യൂസ് ചെയ്ത കമാൻഡ് തന്നെ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സ്പേസ് ബാർ അല്ലെങ്കിൽ എൻ്റർ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ലൈൻ വന്നു, ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോ ഉള്ളതും ഈ ഡൈനാമിക് ഇൻപുട്ട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഡൈനാമിക് ഇൻപുട്ട് എനേബിൾ ചെയ്തപ്പോ കണ്ടോ, കേഴ്സറിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. കേഴ്സറിന്റെ സൈഡിൽ നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല ഡൈനാമിക് ഇൻപുട്ട് കൊടുക്കുന്നത്, ഇവിടെ നമുക്ക് ഡൈമെൻഷൻ കൊടുത്ത് ആംഗിൾ ലോക്ക് ചെയ്യാൻ വേണ്ടി. ഞാനിവിടെ ഒരു ഡൈമെൻഷൻ കൊടുക്കുകയാണ് 0.5. അടുത്തത് ഈ ലെങ്ത്തിൽ തന്നെ ഏത് ആംഗിൾ വേണം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആംഗിളും കൊടുക്കാനായിട്ട് പറ്റും. ഇനി ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.5 30 കണ്ടോ ഒരു ലൈൻ വന്നു. ഇതിന് വേണ്ടിയിട്ടും ഡൈനാമിക് ഇൻപുട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ സ്ലാൻഡേർഡ് ആയി പോകുന്നു അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ചെരിഞ്ഞു പോവാണ്. അപ്പൊ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓർത്തോ മോഡ് എനേബിൾ ചെയ്യാം. F8 ആണ് ഓർത്തോ മോഡ്. ഓർത്തോ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കേഴ്സർ റെസ്ട്രിക്ഷൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ മാത്രമേ പിന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓർത്തോ മോഡ് ഓൺ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി എനിക്ക് വീണ്ടും ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ എനിക്കൊരു 30 ഡിഗ്രിയിൽ വരയ്ക്കണം ഒരു ലൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട് പോളാർ ട്രാക്കിംഗ്. പോളാർ ട്രാക്കിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട് റെസ്ട്രിക്ട് കേഴ്സർ ടു സ്പെസിഫൈഡ് ആംഗിൾ. പോളാർ ട്രാക്കിംഗ് എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കണ്ടു ഒരു ഗ്രീൻ കളർ. അപ്പൊ അത് 30 ഡിഗ്രിയിലാണ് അത് വരുന്നത്. 30 ഡിഗ്രിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, വീണ്ടും നമ്മൾ ഈ ഒരു കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ 30 ഡിഗ്രിയിൽ വെച്ചിട്ട് മൂവ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ പോളാർ ട്രാക്കിങ്ങിന്റെ സൈഡിലുള്ള ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 30, 60, 90 ഈ ഒരു ഇൻക്രിമെന്റിലാണ് ആംഗിൾസ് പോകുന്നത്. ഇനി 45, 90 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 45, 90 അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻക്രിമെന്റ് വരുന്നുണ്ടായിരിക്കുക ഈ ഒരു 45 ഡിഗ്രിയിലായിരിക്കും ഇൻക്രിമെന്റ് വരുന്നത്. ഇതാണ് പോളാർ ട്രാക്കിംഗ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്ട് സ്നാപ്പും ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗും ആണ്. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഈ ലൈൻ നിർത്തണം. അപ്പൊ നമ്മളൊരു പോയിന്റ് എടുക്കുമ്പോൾ എൻഡ് പോയിന്റ് കാണിക്കുക അല്ലെങ്കിൽ മിഡ് പോയിന്റ്, ഈ ഒരു സ്നാപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്ട് സ്നാപ്പ് എനേബിൾ ചെയ്യണം. അത് F3 ആണ് അതിന്റെ ഷോർട്ട് കീ. ഇനി സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഈ ഒരു പോയിന്റിൽ നിന്നും ഒന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അങ്ങനെ ഈ ഒരു ട്രാക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോ ഈ ഒരു പോയിന്റ് എടുത്തു, ജസ്റ്റ് ഒരു സെക്കൻഡ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ ലൈൻ കിട്ടും. ആ ലൈൻ വെച്ചിട്ട് ഇതേപോലെ ട്രാക്ക് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ ഈ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനാണ് ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ് വരുന്നത്. F11 ആണ് ഷോർട്ട് കീ. പിന്നെ ലൈൻ വെയിറ്റ് ആണ് വരുന്നത്. ലൈൻ വെയിറ്റ് ഓരോ ലൈനിനും വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ലൈൻ വെയിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഫങ്ഷൻ കീസ്. ഇതിന്റെയൊക്കെ സെറ്റിംഗ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ആണ് DS എന്നുള്ള ഷോർട്ട് കീ യൂസ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യാം. DS കൊടുത്തു,
സ്നാപ്പ്, അതുപോലെ പോളാർ ട്രാക്കിംഗ്, ഓരോ സ്നാപ്പിന്റെയും ഇപ്പോ നമുക്ക് ഒബ്ജക്ട് സ്നാപ്പ് എടുത്തു. ഒബ്ജക്ട് സ്നാപ്പിൽ തന്നെ ഏതൊക്കെയാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇതിൽ എനേബിൾ ചെയ്തു കൊടുക്കാം. ഇത്രയാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ ആദ്യം വരുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു പ്രൊജക്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ എസ് അടിച്ചിട്ട് തന്നെ സേവ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫയലിൽ സേവ് ആസ് കൊടുത്തിട്ടായാലും സേവ് ചെയ്യാം. ഫയലിൽ പോയി ഇവിടെ തന്നെ സേവ് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കാം. ഡ്രോയിങ്ങിന്റെ നെയിം ഏതാണോ, ഫയൽ ടൈപ്പ് ഏത് വേണോ, ഇതൊക്കെ നോക്കിയിട്ട് സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അൺഡു ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ സെഡ് യൂസ് ചെയ്തിട്ട് അൺഡു ചെയ്യാം. റീഡു ചെയ്യാനാണെങ്കിൽ കൺട്രോൾ വൈ യൂസ് ചെയ്തിട്ട് റീഡുവും ചെയ്യാം. ഇത്രയാണ് ആദ്യത്തെ ഒരു ബേസിക് സെറ്റപ്പ് വരുന്നത്.